എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1.5 കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് കൂടി ഇടാം. അര ടീസ്പൂൺ ഉലുവ കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് അവിലാണ്. ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള അവിലാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തിയെടുക്കാം. അരിയും ഉഴുന്നും കഴുകിയെടുത്ത് 4 മണിക്കൂർ കുതിരാനായി വയ്ക്കാം. വെള്ളം തെളിയുന്നവരെ നന്നായി കഴുകിയെടുത്ത ശേഷം കുതിരാനായി ഇടാൻ. ഇനി അവിലും നനച്ചെടുക്കാം. അവിലും നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അരിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. അരച്ചെടുക്കാം. ചെറിയ തരിയോടുകൂടിയാണ് അരയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് അവിലിടാം. രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടാം. അരച്ചെടുക്കാം. ചെറിയ തരികളോടുകൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ ബൗളിലേക്ക് ഒഴിക്കാം. മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നന്നായി മിക്സ് ചെയ്ത് 6 മണിക്കൂർ കുളിക്കാനായി വെക്കാം. മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി മാവ് ഒഴിക്കാം. പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി തണുത്തിട്ടുണ്ട്, എടുക്കാം. ഇഡ്ഡലി നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. രുചിയും കുറച്ച് വ്യത്യസ്തമാണ്. വളരെ രുചികരമായ അവൽ തേങ്ങ ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.